ഇന്ന് വായിക്കുന്ന വിശുദ്ധ വേദപുസ്തക ഭാഗം പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 43 വരെ. നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോൻ്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവരെയും തന്നെ. നിന്റെ സഹോദരനായ അഹരോനു വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രമുണ്ടാക്കണം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രമുണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയ്യലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രമുണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ 2 അറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട്, അതിൽ നിന്നു തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരിക്കണം. അതുകൂടാതെ 2 ഗോമേദകക്കല്ല് എടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിലായിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്രക്കൊത്തുപോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേർ കൊത്തേണം. അവ പൊന്തടങ്ങളിൽ പതിക്കണം. കല്ല് 2 ഏഫോദിൻ്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വെക്കണം. അഹരോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മക്കായി തൻ്റെ 2 ചുമലിന്മേലും വഹിക്കണം. പൊന്നുകൊണ്ട് തടങ്ങൾ ഉണ്ടാക്കണം. തങ്കം കൊണ്ട് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി 2 സരപ്പളിയും ഉണ്ടാക്കണം. മുറിച്ച് കുത്തുപണിയായ സരപ്പളി തടങ്ങളിൽ ചേർക്കണം. ന്യായവിധി പതക്കം ചിത്രപ്പണിയായിട്ടുണ്ടാക്കണം. അത് ഏഫോദിൻ്റെ പണിക്കൊത്തതായി പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കണം. അത് സമചതുരവും ഇരട്ടയും 1 ചാൺ നീളമുള്ളതും 1 ചാൺ വീതിയുള്ളതുമായിരിക്കണം. അതിൽ കൽപ്പതിപ്പായി 4 നിര കല്ല് പതിക്കണം. താമ്രമണി, പീതരത്നം, മരതകം എന്നിവ 1-ാമത്തെ നിര. 2-ാമത്തെ നിര മാണിക്യം, നീലക്കല്ല്, വജ്രം. 3-ാമത്തെ നിര പത്മരാഗം, വൈഡൂര്യം, സുഗന്ധിക്കല്ല്. 4-ാമത്തെ നിര പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം. അവ അതതു തടത്തിൽ പൊന്നിൽ പതിച്ചിരിക്കണം. ഈ കല്ല് ഇസ്രായേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിൻ്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരിക്കണം. പതക്കത്തിന് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പളി ഉണ്ടാക്കണം. പതക്കത്തിന് പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ 2 അറ്റത്തും വട്ടക്കണ്ണി വെക്കണം. പൊന്നുകൊണ്ട് മുറിച്ച് കുത്തുപണിയായ സരപ്പളി 2 പതക്കത്തിൻ്റെ അറ്റങ്ങളിൽ ഉള്ള വട്ടക്കണ്ണി 2-ലും കൊളുത്തേണം. മുറിച്ച് കുത്തുപണിയായി 2 സരപ്പളിയുടെ മറ്റേ അറ്റം 2 2 തടത്തിൽ കൊളുത്തി ഏഫോദിൻ്റെ ചുമൽക്കണ്ടങ്ങളിൽ അതിൻ്റെ മുൻഭാഗത്ത് വെക്കണം. പൊന്നുകൊണ്ട് 2 വട്ടക്കണ്ണി ഉണ്ടാക്കി പതക്കത്തിൻ്റെ മറ്റേ 2 അറ്റത്തും ഏഫോദിൻ്റെ കീഴറ്റത്തിന് നേരെ അതിൻ്റെ വിളുമ്പിൽ അകത്തായി വെക്കണം. പൊന്നുകൊണ്ട് വേറെ 2 വട്ടക്കണ്ണി ഉണ്ടാക്കി ഏഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ 2 ചുമൽക്കണ്ടത്തിന്മേൽ താഴെ അതിൻ്റെ ഇണപ്പെന്നിരിക്കെ ഏഫോദിൻ്റെ നടുക്കെട്ടിന് മേലായി വെക്കണം. പതക്കം ഏഫോദിൻ്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിൻ്റെ വട്ടക്കണ്ണികളാൽ ഏഫോദിൻ്റെ വട്ടക്കണ്ണികളോട് നീലനാട കൊണ്ട് കെട്ടണം. അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ
ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ന്യായവിധി പതകത്തിനകത്ത് ഊറീമും തുമ്മീമും വെക്കണം. അഹരോൻ യഹോവയുടെ സന്നിധാനത്തിങ്കൽ കടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന്മേലിരിക്കണം. അഹരോൻ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുമ്പാകെ തൻ്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ഏഫോദിൻ്റെ അങ്കി മുഴുവനും നീല നൂൽ കൊണ്ട് ഉണ്ടാക്കണം. അതിൻ്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോവാതിരിപ്പാൻ കവചത്തിൻ്റെ ദ്വാരം പോലെ അതിനുണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിൻ്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം ഇങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ ശബ്ദം കേൾക്കണം. തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്ര കൊത്തേണം. അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീലച്ചരട് കൊണ്ട് കെട്ടേണം. അത് മുടിയുടെ മുൻഭാഗത്തിരിക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോൻ്റെ നെറ്റിയിലിരിക്കണം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവൻ്റെ നെറ്റിയിലിരിക്കണം. പഞ്ഞിനൂൽ കൊണ്ട് ഉള്ളങ്കിയും വിചിത്രപ്പണിയായി നെയ്യണം. പഞ്ഞിനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. നടുക്കെട്ടും ചിത്രത്തയ്യൽ പണിയായിട്ടുണ്ടാക്കണം. അഹരോൻ്റെ പുത്രന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് അങ്കി, നടുക്കെട്ട്, തലപ്പാവ് എന്നിവ ഉണ്ടാക്കണം. അവ നിന്റെ സഹോദരനായ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അവരുടെ നഗ്നത മറപ്പാൻ അവർക്ക് ചണനൂൽ കൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കണം. അത് അര തുടങ്ങി തുടവരെ എത്തേണം. അഹരോനും അവൻ്റെ പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോഴോ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴോ കുറ്റം ചുമന്നു മരിക്കാതിരിക്കേണ്ടതിന് അവർ അത് ധരിക്കണം. അവനും അവൻ്റെ സന്തതിക്കും അത് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഇവിടെ വേദഭാഗം വായിച്ചു തീരുന്നു.